അപ്പോൾ ഫിർഖത്തുൻ നൂലയിലെ ആളുകൾ രണ്ട് കൗലുകളായി തിരിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു ഒന്നാമത്തെ കൗലാണ് നമ്മൾ പറഞ്ഞ തസ്തീഖും ബിൽ കൽബ്, എന്ത് ചെയ്യുക, കൽബ് കൊണ്ട് വാസ്തവമാക്കുക എന്നുള്ളത്. ഇതുപോലെ കൗലുസ്ഥാനി, ആ ഫിർഖത്തുൻ നൂലയിലെ രണ്ടാം അഭിപ്രായം എന്താണ്? അന്നൽ ഈമാന മഅരിഫത്തുല്ലാഹി തആല. തസ്തീഖും ബിൽ കൽബ് എന്ന് പറഞ്ഞ ടിസ്റ്റാവുകയാണ്. കൽബ് കൊണ്ട് വാസ്തവമാക്കാമെന്നാണ് പറഞ്ഞത് ഒന്നാം കൗല്. രണ്ടാം കൗല് എന്താണ്? മഅരിഫത്തുല്ലാഹി തആല, അല്ലാഹു തആലയെ അറിയലാണ്. വഹദഹു, അല്ലാഹു തആലയുടെ ഏകത്വത്തെ യഥാവിധി അറിയലാണ്. ബിൽ കൽബി, എന്തുകൊണ്ട്? കൽബ് കൊണ്ട് അറിയലാണ്. പിന്നെ വൽ ഇഖ്റാർ ബിൽ ലിസാൻ, അപ്പോൾ കൽബ് കൊണ്ട് അറിയുക. അപ്പോൾ കൽബ് കൊണ്ട് അറിഞ്ഞാൽ എന്തായി? ഈമാനായി. ഇനി വൽ ഇഖ്റാർ ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഏറ്റു സമ്മതിക്കലാവുന്ന ലൈസ ബി റുക്നിൻ ഫീ, ഈ ഈമാന്റെ ഒരു അവിഭാജ്യ ഘടകം അല്ല. ഫിർഖത്തുന്നൂരുടെ പ്രത്യേകതല്ലോ കൽബ് കൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ്. അമലും കൽബിയാണ് എന്ത്? ഈമാൻ. ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞു തസ്തീഖും ബിൽ കൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒന്നെല്ലാത്തിനും കൊണ്ടും 60 നിലയ്ക്ക് അറിയപ്പെട്ടതെല്ലാം തസ്തീഖ് ചെയ്യുക. ആ ഫിർഖത്തുന്നൂലയിലെ രണ്ടാം കൗൽ എന്താ? മഅരിഫത്തുല്ലാഹി തആല, എന്താണ്? അള്ളാഹുവിനെ അറിയലാണ്. അപ്പോൾ വേറൊരു ശൈലിയിൽ അത് തന്നെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതിന് ഇഖ്റാറും ബിൽ ലിസാൻ വേണോ? അതിൻ്റെ റുക്കനല്ല. മനസ്സിലായില്ലേ? അൽ ഇഖ്റാർ ബിൽ ലിസാൻ ലൈസ ബിറുക്കനും ഫീ വലാ ഷർത്തിൻ, എന്താണ്? അത് നാവ് കൊണ്ട് ഏറ്റു സമ്മതിക്കുക. ഒരാൾ അള്ളാഹുവിനെ യഥാവിധി എന്ത് ചെയ്തു? വഹദാനിയത്തിനെ കുറിച്ച് അറിഞ്ഞ് ഉൾക്കൊണ്ട് ഹൃദയം കൊണ്ട്, വായ കൊണ്ട് അയാൾ പറഞ്ഞില്ല. മനസ്സിലായില്ലേ? അയാൾ ഈ പറയപ്പെട്ട കൗലുസ്ഥാനി, ഫിർഖത്തുൻ നൂലയിലെ കൗലുസ്ഥാനിക്കാരുടെ അഭിപ്രായം വെച്ചാൽ അദ്ദേഹമാരാണ്, മുഹ്മിനാണ്. മനസ്സിലാണോ? അപ്പോൾ വൽ ഇഖ്റാർ ബിൽ ലിസാൻ ലൈസ ബി റുക്നിൻ ഫീഹി, അതിൽ റുക്കുനല്ല, വലാ ഷർത്ത്, എന്തുമല്ല? ഷർത്തും അല്ല, റുക്കുനും അല്ല, ഷർത്തുമല്ല. ഹത്താ, ഏതുവരെ? അന്നമൻ അറഫല്ലാഹ, ഏതുവരെ? ഇങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ അഭിപ്രായക്കാരുടെ ആ നിലപാടനുസരിച്ച് നിശ്ചയമായ ഒരാൾ അറഫല്ലാഹ, അല്ലാഹു തആലയെ മനസ്സിലാക്കി, കൽബിഹി, ആളുടെ ഹൃദയം കൊണ്ട് ആരെ മനസ്സിലാക്കി? അള്ളാഹുവിനെ മനസ്സിലാക്കി. സുമ്മ ജഹദ ബിലിസാനിഹി, പിന്നെ ആളെന്ത് ചെയ്തു? നാവ് കൊണ്ട് അതിനെ നിഷേധിച്ചു. കൽബിൽ അള്ളാഹുവിനെ അത് യഥാവിധി മനസ്സിലാക്കിയാണ്, പക്ഷെ നാവ് കൊണ്ട് ചെയ്തു? അത് നിഷേധിച്ചു. അതിൻ്റെ സാഹചര്യം നിഷേധിച്ചു പറയും. പക്ഷെ അത് നിഷേധിച്ച് പറയുമ്പോൾ കൽബ് കൊണ്ട് എന്താണ് അയാളെന്നാണ് അക്സെപ്റ്റ് ചെയ്ത വാസ്തവം, അത് വിശ്വസിച്ച അവസ്ഥയാണ്. അത് മാരിഫത്തായ അവസ്ഥയാണ്. സുമ്മ ജഹദ ബിലിസാനിഹിയോ മാത്ത ഖബലാൻ യുഖറ ബിഹി, അങ്ങനെ ആളെന്ത് ചെയ്തു? ലിസാൻ കൊണ്ട് അയാൾക്ക് ജഹദ് ഉണ്ടായി, നിഷേധം ഉണ്ടായി. അപ്പം മാത്ത ആ ചങ്ങാതി മരിച്ചുപോയി. കബലാൻ യുഖറ ബിഹി, അതുകൊണ്ട് നാവ് കൊണ്ട് ഏറ്റ് സമ്മതിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ചങ്ങാതി മരിച്ചുപോയി. അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഫഹുവ മുഅ്മിൻ കാമിലുൽ ഈമാൻ, ആളാരാണ്? സമ്പൂർണമായ ഈമാനുള്ള ഒരു മുഅ്മിൻ തന്നെയാണ്. ഇതാണ് ഈ പക്ഷക്കാരുടെ അഭിപ്രായം. ഹൗവ ഇതാവുന്ന കൗലു ജുഹമ ബിൻ സഫ്വാൻ. ജുഹമ ബിൻ സഫ്വാൻ ഇസ്ലാമിലെ ഒരു അവാന്തര വിഭാഗത്തിൻ്റെ നേതാവാണ് അയാൾ. മൂപ്പരുടെ കൗലാണെന്ത്? ഈ പറഞ്ഞ അഭിപ്രായം. നാവ് കൊണ്ട് നിഷേധിച്ച് പറഞ്ഞാൽ പോലും കൽബിൽ നിന്നുണ്ട് മാരിഫത്തുണ്ടെങ്കിൽ ആളാരാണ്? മുഅ്മിൻ കാമിലാണെന്നാണ് അഭിപ്രായം. അമ്മ മാരിഫത്തുൽ കുത്തുബി വർ റുസുലി വൽ യൗമിൽ ആഖിർ. അപ്പോൾ ഇവിടെ നമ്മളെന്താ എഴുതുമോ? ഈ കൗലുസാനിയുടെ അഭിപ്രായഗതി അനുസരിച്ച് എന്താ പറഞ്ഞിട്ടുള്ളൂ? മാരിഫത്തുല്ലാഹി തആല വഹദഹു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അനുസരിച്ച് കൽബ് കൊണ്ട് മനസ്സിലാക്കുക എന്ന് മാത്രമേ പറഞ്ഞു വെച്ചുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ കിതാബുകൾ അറിയൽ, അത് കിതാബുകളില്ലേ, കിതാബുകൾ അറിയൽ, വർ റുസുലി, മുർസലിങ്ങളെ കുറിച്ച് അറിയൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തെക്കുറിച്ചുള്ള അറിയൽ. ഫഖദ് സഅമ അന്നഹ ഗൈറു ദാഖിലത്തിൻ ഫി ഹദ്ദിൽ ഈമാൻ. ഇങ്ങനെ പറഞ്ഞ ഈ രണ്ടാം കൗലുകാര് ഫഖദ് സഅമ, അവർ വാദിച്ചു പറയുന്നു, അവർ മുന്നോട്ട് ഉന്നയിച്ചു പറയുന്നു, അന്നഹ, നിശ്ചയമായും ഈ മാരിഫത്തുൽ കുത്തുബും മാരിഫത്തുർ റുസുലും മാരിഫത്ത് യൗമിൽ ആഖിറും ഒക്കെ എന്താണ്? അതെല്ലാം ഗൈറു ദാഖിലത്തിൽ പ്രവേശിക്കാത്തതാണ് ഫി ഹദ്ദിൽ ഈമാൻ. ഈമാൻ്റെ ഹദ്ദിൽ, ഡെഫിനിഷനിൽ പ്രവേശിക്കാത്തതാണ് എന്നാണ് ഈ പക്ഷക്കാരുടെ അഭിപ്രായം. ഫാദാ ബഈദുൻ അനിസ്മിന സവാബ് മുഖാലഫത്തി ലാഹിറിൽ ഹദീസ്.
ഈ പറഞ്ഞ കൗലു സാനിക്കാരുടെ ഇത്തരത്തിലുള്ള അവരുടെ നിലപാട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഈ വിശദീകരണം ശരിയെ തൊട്ട് വളരെ അകലത്താണ്. അല്ലേ? സവാബിൽ നിന്നും എന്താണ് വളരെ വിദൂരത്താണ്. ഈ മുഖാലഫത്തി ലാഹിറിൽ ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥത്തോട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ പറയപ്പെട്ടത് എന്ത് ചെയ്യുന്നു? എതിരാവുന്നു. ശരി. മാഹക്കാഹുൽ കഅബിയു, അൽ കഅബി എന്നവർ ഉദ്ധരിച്ചതാണ് അതിന് ജുഹും. അത് തൊട്ട് ജുഹുമിനൊക്കെ. ഇപ്പൊ ജുഹുമ എന്നുള്ളൊരു അവാന്തര വിഭാഗത്തിന്റെ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന്റെ വാദഗതിയായി ആ പറഞ്ഞവർക്കൊന്നും എന്താണ് ഒരു സവാബിൽ നിന്ന് മാറിപ്പോയി. സവാബ് ആരുദ്ധരിച്ചതാണ്? അത് അൽ കഅബി എന്നൊരു ഉദ്ധരിച്ചവരാണ് എന്ന് ആര് മൈനി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാം. അതെന്താ? അന്നൽ ഈമാന, നിശ്ചയമായി ഈമാനാവുന്നത് മാരിഫത്തുള്ളാഹി തആല, അല്ലാഹു തആലയെ മനസ്സിലാക്കലാണ്. മാ മാരിഫത്തി കുല്ലി മാ ഉലിമ ബിൽ ദറൂറത്തി കൗനുഹു മിൻ ദീനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാ? അല്ലാഹു തആലയെ മനസ്സിലാക്കലാണ്. തീർന്നില്ല. പിന്നെന്താണ്? ലറൂറത്ത് നിലയ്ക്ക് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ദീനിൽപ്പെട്ടതാണ് എന്ന് അറിയപ്പെട്ട ഒന്നെല്ലത്തിനെയും മനസ്സിലാക്കുന്നതിനോട് ഒപ്പം. അപ്പൊ അകത്ത് കയറി. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തെ തൊട്ടുള്ള ഉദ്ധരണി ശരിയായത് എന്നാര് പറയുന്നു? ഫിർഖത്തു നൂല കഴിഞ്ഞു. 4 ഫിർഖത്തു നൂല കഴിഞ്ഞു. വൽ ഫിർഖത്തു സാനിയ, രണ്ടാമത്തെ ഫിർഖത്താവുന്ന കാലുവർ പറയുന്നു ഇന്നൽ ഈമാന അമലും ബിൽ ലിസാൻ, നിശ്ചയമായി ഈമാനാകുന്നത് അമലും ബിൽ ലിസാനി, നാവ് കൊണ്ടുള്ള പ്രവർത്തനമാണ്. ഫഖത്ത്, അത്രമാത്രം. വഹും, ഇവരാവുന്ന ഐലൻ, വീണ്ടും ഫരീഖാനി, ഇവരും 2 വിഭാഗമായിരിക്കുന്നു. അൽ അവ്വലു, ഒന്നാമത്തെ വിഭാഗം, അവരെന്താണ് പറയുന്നത്? അന്നൽ ഇഖ്റാറ, നിശ്ചയമായും ഇഖ്റാറാവുന്ന ബിൽ ലിസാനി, നാവ് കൊണ്ടുള്ള ഏറ്റു സമ്മതിക്കലാവുന്ന ഹുവൽ ഈമാൻ, അതാണ് ഈമാൻ. ഫഖത്ത്, അത്രമാത്രം അതാണ് ഈമാൻ. വലാക്കി, പക്ഷേ എന്താണ്? ശുരിത്ത കൗനുഹു ഈമാൻ, ഈ ഇഖ്റാറും ബിൽ ലിസാൻ എന്താണ്? അത് ഈമാനാവുന്നതിന് ഷർത്ത് വയ്ക്കപ്പെട്ടു. ഹുസൂലൽ മഅരിഫത്തി ഫിൽ ഖൽബി, ഈ നാവ് കൊണ്ട് ഏറ്റു സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച് കൽബിൽ എന്ത് ചെയ്യണം? മഅരിഫത്ത് ഹാസിലായിരിക്കണം. ഉണ്ടല്ലോ, നമസ്കാരം 4 റക്അത്ത് കൃത്യമാണ് നിസ്കരിച്ചു, ചങ്ങാതി ഒതുകൊടുത്തിട്ടില്ല, കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? അപ്പൊ എന്നതുപോലെ അപ്പൊ ഇയാൾ ഇഖ്റാർ ബിൽ ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് ഈമാൻ. പക്ഷെ ആ ഈമാനിന് ഒരു ഷർത്ത് ഉണ്ടെന്നാണ്. അത് ഈമാനാണെങ്കിൽ എന്ത് ചെയ്യണം? മഅരിഫത്തുള്ള ഖൽബിൽ ചെയ്യണം. ലാക്കിൻ ശുരിത്ത, പക്ഷെ ഷർത്താക്കപ്പെട്ടിരിക്കുന്നു കൗനുഹു ഈമാൻ, ഇത് ഈമാനാവുന്ന ഷർത്താക്കപ്പെട്ടിരിക്കുന്നു ഹുസൂലുൽ മഅരിഫത്തി, എന്താ? മഅരിഫത്ത് കരസ്ഥമായിരിക്കണം ബിൽ ഖൽബി, അവിടെ ഹൃദയത്തിൽ മഅരിഫത്ത് കരസ്ഥമായിരിക്കും. ഫൽ മഅരിഫത്തു, അപ്പോൾ മഅരിഫത്ത് എന്നുള്ള ഷർത്തുൻ, ആ ഷർത്താണ് കൗനിൽ ഇഖ്റാറിൽ ലിസാനി, നാവിനാലുള്ള ഏറ്റു സമ്മതിക്കലാകുന്നതിന് ഈമാൻ എന്താവുന്നതിന്? ഈമാനാവുന്നതിനുള്ള ഷർത്താണ്. ദാഖിലത്തുൻ ഫീ മുസല്ലമൽ ഈമാനി, കാരണം നിശ്ചയമായും എന്താണ്? ഈ മാരിഫത്തുള്ള എന്നുള്ളത് എന്താണ്? ദാഖിലത്തുൻ ഫീ മുസമ്മൽ ഈമാനി, ഈമാന്റെ മുസമ്മയിൽപ്പെട്ടതാണ്. ഈമാൻ കൊണ്ട് പേര് വയ്ക്കപ്പെട്ടതിൽപ്പെട്ടതാണ്. അങ്ങനെയല്ലോ, നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ ദാത്തിൽ എന്തുണ്ട്? അത് മുത്തവള്ളിയാണ്. ഓക്കെ, നിസ്കാരത്തിന്റെ ദാത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം, നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, റുക്കൂ, സുജൂദ്, ഇഅ്തിദാൽ, അത്തഹിയ്യാത്ത്, സലാം. ഓക്കെ, പക്ഷെ ആ ദാത്തിൽ എന്തുണ്ട്? അയാൾ മുത്തവള്ളിയാണ്. ശരിയല്ലേ? നമ്മൾ ഒളു കൊടുത്തയാളാണ് എന്നതുപോലെ കാരണം നിശ്ചയമായ ദാഖിലത്തുൻ ഫീ മുസമ്മൽ ഈമാനി, ഈ മഅരിഫത്തുള്ള എന്നുള്ളതാണ് ഈമാന്റെ താരീഫിൽ ഉൾപ്പെടുത്തി അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്താണ്? അത് ഈമാന്റെ മുസമ്മയിൽ, ഈമാൻ കൊണ്ട് പേര് വയ്ക്കപ്പെട്ട വസ്തുവിൽ പെട്ടതാണ് കേട്ടോ. ഹൗവ കൗലു ഗൈലാൻ ഇബ്നു മുസ്ലിം അദ്ദിമഷ്കി, ദമസ്കസ്കാരനായ ഗൈലാൻ ഇബ്നു മുസ്ലിം എന്നവരുടെയും വൽ ഫളിൽ റക്കാശി, അൽ ഫളിൽ റക്കാശി എന്നവരുടെയും അഭിപ്രായമാണ്. അപ്പോൾ ഈ ഫിർഖത്തു സാനിയയും എന്തായിട്ടുണ്ട്? 2ആയി പിരിഞ്ഞിട്ടുണ്ടെന്ന് മുമ്പ് പറഞ്ഞു അല്ലേ? ഇനി അത് വസ്സാനി, ഇത് 2ആം ഫിർഖത്ത്. അതെന്താ പറയണേ? അന്നൽ ഈമാന, നിശ്ചയമായി ഈമാനാവുന്ന മുജറദുൽ ഇഖ്റാർ ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഏറ്റു സമ്മതിക്കൽ മാത്രമാണ്. നാവ് കൊണ്ട് ഏറ്റു സമ്മതിക്കൽ മാത്രമാണ്. ഔ ഖൗലുൽ കറാമിയത്തി, ആരുടെ അഭിപ്രായമാണ്?
കറാമിയ എന്ന് പറയുന്ന വിഭാഗം ഒരു അവാന്തര വിഭാഗമാണ്. അവരുടെ അഭിപ്രായമാണ് എന്ത്? നാവ് കൊണ്ട് ഏറ്റു സമ്മതിക്കൽ മാത്രമാണ്. വസാമു, അവർ വാദിച്ചു. അപ്പോൾ ഈമാൻ എന്ന് ദുനിയാവിൽ, ഇപ്പോൾ ദുനിയാവിലാണ് നമ്മളുള്ളത്. ദുനിയാവിൽ ഒരാളെ മുഅ്മിൻ എന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്ത് ചോദിച്ചാൽ അത് നാവ് കൊണ്ട് എന്ത് ചോദിച്ചാൽ മതി, ഒരു വാക്ക് അടിച്ചാൽ. മനസ്സിലായില്ലേ? അപ്പോൾ എന്നാണ് ഇവരുടെ വാദം. അവ കൗൽ കറാമിയത്തി, കറാമിയത്തിൻ്റെ കൗലാണ്. ജാമു ഒരു വാദിച്ചു അന്നൽ മുനാഫിക്ക, നിശ്ചയമായി മുനാഫിക്ക് അവിടെ വിശ്വാസി. അവിടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താ? നാവുകൊണ്ട് ഏറ്റവും സമ്മതിക്കുന്നുണ്ടായിട്ടുണ്ട്. കൽബിൽ എന്താണ്? അയാൾക്ക് വേറെ തലയിരിക്കുന്ന സ്വഭാവമാണ്. അങ്ങനെയുള്ള മുനാഫിക്കാവുന്ന മുഅ്മിനുൻ ലാഹിരി, പ്രത്യക്ഷത്തിൽ ഇസ്ലാമികമായ പ്രത്യക്ഷമായി വരുന്ന വിധികളിലെല്ലാം എന്തിൻ്റെ ഹുക്കുമാണ്? മുഅ്മിൻ്റെ ഹുക്കുമാണ്. മുഅ്മിനുൽ ലാഹിർ, നിശ്ചയമായി മുനാഫിക്കാവുന്ന ലാഹിറിൽ മുഅ്മിനാണ്. കാഫിറു ശരീരത്തിൽ, രഹസ്യത്തിലൊരാളാണ് കാഫിറുമാണ്. രഹസ്യത്തിലാളാരാണ്? കാഫിറുമാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ അയാൾക്ക് എല്ലാ ഇസ്ലാമികമായ ഈമാനികമായ വിധികളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ആനുകൂല്യങ്ങളും, മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്നതിനെ കൊണ്ട് ഉരുത്തിരിയുന്ന വസ്തുതയാണ്. ഇയാള് ഈ മുനാഫിക്ക് എന്താവും? ഈ മുഅ്മിനായിരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്തങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവകാശങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യും? അവർക്കുമുണ്ട് എന്നാണ് ഈ വിഭാഗത്തിൻ്റെ വാദഗതിയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് മുനാഫിക്കാവുന്നത് മുഅ്മിനുള്ളാഹിൽ ലാഹിർ മുഅ്മിനാണ്, കാഫിറു ശരീരത്തിൽ രഹസ്യത്തിൽ എന്താണ്? കാഫിറുമാണ്. അപ്പോൾ സ്ഥിരപ്പെടുന്നതാണ് ഹുക്കുമുൽ മുഅ്മിനീന, ദുനിയാവിൽ വെച്ച് എന്താണ്? മുഅ്മിനീങ്ങളുടെ ഹുക്കുമ് ഈ മുനാഫിക്കിന് സ്ഥിരപ്പെടും. ഈ ഇവിടെ വെച്ച് ദുനിയാവിൽ വെച്ച് അവർക്ക് എന്താണ്? മുഅ്മിനീങ്ങളുടെ ഹുക്കുമ് സ്ഥിരപ്പെടുന്നതാണ്. ഹുക്കുമുൽ കാഫിരീന, കാഫിരീങ്ങളുടെ ഹുക്കുമ് സ്ഥിരപ്പെടുന്നതാണ്. ബിൽ ആഖിറത്തി, ഇവിടെ ആഖിറത്തിൽ കാഫിരീങ്ങളുടെ ഹുക്കുമ് എന്താണ്? അവന് സ്ഥിരപ്പെടുന്നതാണ്. ഇതാണ് ഫിർഖത്തുൻ സാനിയുടെ കൗലു സാനി കേട്ടോ. അൽ കൗലു സാനി. ഇനി എത്രയുണ്ട്? അൽ ഫിർഖത്തു സാലിസയുണ്ട്, അൽ ഫിർഖത്തു റാബിയ.